ഇനി മലപ്പുറത്തേക്ക് തിരൂരങ്ങാടിയിൽ കാർ തടഞ്ഞു നിർത്തി 2 കോടി രൂപ കവർന്നെടുത്ത സംഭവത്തിൽ പ്രതികൾ പണവുമായി രക്ഷപ്പെട്ടു പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുമുക്ക് ടൗൺ, കുണ്ടൂർ, അത്താണി, കൊടിഞ്ഞി റോഡ് എന്നീ ഭാഗങ്ങളിലൂടെ ഈ കാർ കടന്നു പോകുന്ന ദൃശ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. പാഞ്ഞു പോവുകയാണ്. കാര്യം കാശ് 2 കോടിയാണ് കയ്യിലിരിക്കുന്നത്. സ്പീഡ് കുറയ്ക്കാൻ പാടില്ലല്ലോ. പിന്നല്ല. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കാറിൻ്റെ പിന്നാലെ വരുന്നു. പറയൂ സമീർ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹനീഫ് എന്ന് പറയുന്നയാൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി 2 കോടി രൂപ പ്രതികൾ കവർന്ന് കൊണ്ടുപോയത്. പ്രതികളെ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിടുന്നത്. പ്രതികൾ പണവുമായി രക്ഷപ്പെടുന്ന ദൃശ്യമാണ് 24ലൂടെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന മേലെപ്പുറത്തു നിന്ന് 3 കിലോമീറ്റർ അകലെ കടുവള്ളൂരിലെ ദൃശ്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ചെറുമുക്ക് ടൗണിലേക്ക്, കടുവള്ളൂരിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ചെറുമുക്ക് ടൗണിലേക്ക് പ്രതികളെത്തുന്ന CCTV ദൃശ്യമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ചെറുമുക്ക് ടൗണിൽ നിന്നും കുണ്ടൂർ റോഡിലേക്ക് തിരിഞ്ഞ് കുണ്ടൂർ ഭാഗത്തേക്കാണ് പ്രതികൾ സഞ്ചരിച്ചിരിക്കുന്നത്. അതുവഴി കുണ്ടൂർ അത്താണി റോഡിലൂടെ പോകുന്ന CCTV ദൃശ്യവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പിന്നീട് അത്താണി ടൗണിൽ എത്തിയതിനു ശേഷം ടൗണിൽ കയറാതെ ചെറിയ ഊടുവഴിയായിരിക്കുന്ന ആശാരിത്താഴം വഴി കൊടിഞ്ഞി ഭാഗത്തേക്കാണ് പ്രതികൾ വീണ്ടും സഞ്ചരിച്ചിരിക്കുന്നത്. അതായത് ഈ രാത്രിയിൽ പണം തട്ടി പ്രതികൾ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള ചെറിയ ഊടുവഴികൾ മാത്രമാണ്. വലിയ രീതിയിലുള്ള ടൗണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതുവഴി കൂടുതൽ CCTV ദൃശ്യങ്ങൾ പതിയുമെന്ന് കരുതിയിട്ടാകണം ഇത്തരം ഊടുവഴിയിലൂടെ പ്രതികൾ സഞ്ചരിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഏറെ നേരം ചെറിയ റോഡിലൂടെ പ്രതികൾ ഈ രക്ഷപ്പെട്ടു പോകുന്ന ഇവരുടെ കാർ ഏറെ നേരം സഞ്ചരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ പ്രതികൾ രാത്രി 9:40 കൂടിയാണ് ഈ ഒരു കവർച്ച നടത്തുന്നത്. അതിനു മുൻപ് വൈകുന്നേര സമയത്ത് തന്നെ ഈ ഒരു നീല ഓൾട്ടോ കാർ ഈ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്നതായി ചില നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് വളരെ കൃത്യമായി എവിടെ വെച്ച് പ്രതികൾ പണം തട്ടണമെന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എത്തി സ്ഥലമെല്ലാം തന്നെ തീരുമാനിച്ചതിന് ശേഷമാണ് രാത്രി 9:40 എത്തിക്കൊണ്ട് പണം കവർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.